സംഭാരം കൂടി ഉണ്ടാക്കി വെച്ചിട്ട് വേണം എനിക്കൊന്ന് പോയി കുളിക്കാൻ. അപ്പം ഞാൻ നാരകത്തിൻ്റെ ഇലയില്ലേ, നാരകത്തിൻ്റെ ഇല പൊട്ടിച്ചിട്ടാണ് ഞാൻ സംഭാരം ഉണ്ടാക്കൽ കേട്ടോ. ഈ നിൽക്കുന്നത് മുകളിൽ നിൽക്കുന്നതൊക്കെ നാരകമാണ്, പക്ഷെ ഇലകളൊക്കെ കുറച്ച് കേടായിക്കണം. ഒരു നാരകം കൂടെയുണ്ട്. നാരകത്തിൻ്റെ ഇലയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചിട്ടാണ് നമ്മൾ സംഭാരം ഉണ്ടാക്കുക. പണ്ട് തൃശ്ശൂർ പൂരമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ എലൈറ്റ് ഫാഷൻ തുണിക്കടയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ മുന്നിൽ ഇങ്ങനെ സംഭാരം വിതരണമൊക്കെ ഉണ്ട്. ഉച്ചകാലത്ത് ഇന്നത്തെ സ്പെഷ്യൽ സംഭാരം. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് നമ്മുടെ ആഫ്രിക്കയിലെ ഭക്ഷണ രീതികളും നാട്ടിലെ സാധനങ്ങളൊക്കെ കിട്ടുമെന്നുള്ളത്. എല്ലാം കിട്ടും, നാടനും ഫോറിനും ഒക്കെ കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ സംഭാരത്തിൻ്റെ വിശേഷം മാത്രമാണ് ചെയ്യണുള്ളൂ. ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം.